ഇവിടെ കെട്ടുത്തുങ്ങ ജിമ്മിച്ചിപ്പേല് കാലം ഉള്ളൂല്ലോ, അല്ലെങ്കിൽ ഇവിടെ കെട്ടുത്തുങ്ങ. ഹൈറ്റ് കൂടുതലാ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? മനസ്സിന് ഒരുപാട് വിഷമമുണ്ട്, ഒരുപാട് വിഷമം. ആ വിഷമം പേറിയിട്ടാ ഇന്ന് ഞാനിവിടെ വന്നേക്കണേ. ഇത് കണ്ടോ, ഒരു പെങ്കൊച്ചിനെ ഒന്നേ ഉള്ളൂ, ഒന്നുള്ളതിനെ ഒലക്കടിക്കണമെന്ന് പറഞ്ഞേ. ഒലക്കടിക്കാതെ കൈയാണോ വളരണേ കാലാണോ വളരണേ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വലുതാക്കി. എൻ്റെ വിഷമം പറഞ്ഞാൽ നിങ്ങൾക്ക് ജാഫ്രിക്കക്ക് എന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവും. ഇക്ക മറ്റേ സിനിമയിൽ അഭിനയിച്ചില്ലായിരുന്നോ, മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമയില്? ഇതേ സിറ്റുവേഷൻ മഹേഷിന്റെ പ്രതികാരത്തിൽ ഇക്ക അനുഭവിച്ചു. അതുകൊണ്ട് ഇക്കക്ക് സിനിമയിലാണെങ്കിലും വെച്ചെങ്കിലും അനുഭവിക്കാൻ പറ്റും. ഇതൊക്കെ ഒരു കാര്യം അറിയാമോ? എന്റെ മോളെ ഞാൻ പഠിപ്പിച്ച് വലുതാക്കി ഒരു ഡോക്ടറെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടിയിട്ട്, ഗൾഫുകാരനായ ഡോക്ടർ, അവളെ കൊണ്ട് ഞാൻ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞെല്ലാം റെഡിയായി. ഇപ്പം അവൻ ഇവിടെ ഉള്ള ഏതോ ഒരു ഊളനെ അവക്ക് അവനെ അല്ലാതെ വേണ്ടാന്ന് പറയേക്ക. ഞാൻ എന്താ ചെയ്യണേ? നിങ്ങളെല്ലാം ഒരു കാര്യം ചെയ്യുക. ഇക്കയുടെ അനുഭവത്തിലൂടെ ഇക്ക പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ മഹേഷിന്റെ പ്രതികാരത്തില്, അതുപോലത്തെ ഒരു ഡയലോഗ് അങ്ങ് കീച്ചിട്ട് എങ്ങനെയെങ്കിലും എന്റെ മോളെ അങ്ങ് തിരിച്ചു തരാൻ പറ്റുമോ? മോളെ എവിടെയാണ്? മോളിപ്പോ വരൂക്ക. ആകെ ടെൻഷനില്ല. നിങ്ങളെങ്കിലും പറഞ്ഞ് പകർച്ചേട്ടാ. അല്ല, എന്തായാലും സമാനം ഉണ്ടാക്കാം. മോള് വരട്ടെ. ചുമ്മാ കെട്ടിത്തൂങ്ങിട്ടുണ്ട്. എന്തിനാ വിളിച്ചത്? അതെ മോളെ, ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കണം. അച്ഛൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടുള്ളൂ. അതൊക്കെ ശരിയാണ്, പക്ഷെ അച്ഛൻ പറഞ്ഞ ഞാൻ കേൾക്കത്തില്ല അച്ഛാ. അങ്ങനെ പറഞ്ഞു? വേണ്ട, അച്ഛൻ ഒന്നും പറഞ്ഞ് എന്റെ മനസ്സ് മാറ്റാൻ നോക്കണ്ട. എനിക്ക് എന്റെ ബീച്ചേട്ടൻ മതി. ഇവിടെ പറഞ്ഞ കേട്ടോ വെക്കാം, ബീച്ചേട്ടൻ മതി. മനസ്സ് ഞാൻ കൊടുത്തുപോയി ബീച്ചേട്ടൻ, അതുകൊണ്ടാണ്. സത്യമായിട്ട് എനിക്ക് ഞാൻ അച്ഛൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഞാൻ കേട്ടില്ലേ. അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ നല്ല രീതിക്ക് വളർന്ന് നല്ല രീതിക്ക് പഠിച്ച് ഇനി എനിക്ക് പറ്റില്ല. ഈ ഒരു ആഗ്രഹം എന്റെ അച്ഛൻ നടത്തി തരണം. എനിക്ക് എന്റെ ബീച്ചേട്ടൻ മതി. നീ ഒരു കാര്യം ചെയ്തേ, നിന്റെ ആ ബീച്ചേട്ടനെ ഒന്ന് വിളിച്ചോണ്ട് വരാൻ ഞാൻ. ഇക്ക എന്നെ പണിയെ കാണിച്ചേ. അതല്ല ആളെ നോക്കണ്ടേ നമ്മൾ? ഇക്ക ഞാനാ പറയുമ്പോഴത്തേക്ക് മറ്റേ ഡയലോഗ് പറയണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇക്ക ആ ഡയലോഗ് മനസ്സിലായില്ലേ? മഹേഷിന്റെ എനിക്കത് ഇക്ക അത് കേട്ടു നോക്കി. ഇക്ക അങ്ങനെ അങ്ങ് മറന്നുപോയാൽ അങ്ങനെ ശരിയാവണേ. അതൊന്ന് കേൾപ്പിച്ചേ. മോളെ, നമ്മുടെ കുരിയച്ച മോക്കൊരു കല്യാണാലോചന പറഞ്ഞായിരുന്നേ. കണ്ടോ, അവര് തൊടുപുഴക്കാരാന്നാ പറഞ്ഞത്. കാനഡയിൽ നേഴ്സാണ്. നല്ല കുടുംബമാണെന്നാ പറഞ്ഞത്. നിന്നെ കാണാനൊന്ന് വന്നോട്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോളോടൊന്ന് ചോദിക്കട്ടെ, എന്നേച്ചും പറയാമെന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ഇതൊരു നല്ല കേസാണ്. ചാച്ചനെക്കാളും ലോകപരിചയവും വിദ്യാഭ്യാസമൊക്കെ നോക്കാം. മോള് ശരിക്കൊന്ന് ആലോചിക്കും. ഇതിലെ കുമ്പളപ്പൊന്നും നടന്നാൽ മതിയോ, അതോ ലോകമൊക്കെ ഇറങ്ങി സുഖമായിട്ട് ജീവിക്കണമെന്ന്? ഈ സാധനം അവള് വരുമ്പോ പറയാല്ല ഞാൻ ഇക്കോട് പറഞ്ഞേ. എന്നിട്ട് ഇക്ക എന്ത് പറയാതെ? അല്ല, എന്നാലും പറ്റേ പെണ്ണു ഒന്നുകൂടെ പറ്റേ.